പല നാടകങ്ങളിൽ അഭിനയിക്കുകയും ബെസ്റ്റ് ആക്ടർ മേടിക്കുകയും മാസ്ക് സെക്രട്ടറി അന്ന് തൊട്ടേ ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമാ നടനാവണം ഭാവിയിൽ. അത് നമ്മളൊരു ഇന്നതാവണം എന്ന് ആഗ്രഹിക്കണമല്ലോ. ലൈഫിലൊരു അംബീഷൻ ഉണ്ടായാലേ നമ്മൾ എത്തത്തുള്ളൂ. ആഗ്രഹങ്ങളില്ലെങ്കിൽ ഇവിടെ തന്നെ ചുമ്മാ വീട്ടുകാരുടെ ഇഷ്ടത്തിന് പഠിച്ച എവിടെയെങ്കിലും എങ്ങനെയൊക്കെ ആയി ഒരു സർക്കാർ ഗുമസ്തനായി കല്യാണം കഴിച്ച് 2 പിള്ളേർ അച്ഛനായിട്ട് അങ്ങ് ചാവും. പക്ഷേ എൻ്റെ ഡ്രീം ഒരു നടനാകുക എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ അങ്ങേറ്റം പരിശ്രമിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. 1973 തൊട്ട് 75 വരെ ഞാനായിരുന്നു അവിടുത്തെ ആദ്യത്തെ മലയാളി സ്റ്റുഡൻറ്റ്. അതിനുശേഷം 1975 ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതായത് ഇപ്പോൾ 30 വർഷം കഴിയാറായി. അങ്ങനെയാണ് തുടക്കം. അതിനുശേഷം മണിയൻപിള്ള രാജു എന്നൊരു മേൽവിലാസം ഉണ്ടായത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലൂടെയാണ്. അത് ശരിയാണ്. പക്ഷേ അതുവരെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഉദാഹരണം 75 തൊട്ട് 78 വരെയുള്ള 3 വർഷ കാലഘട്ടം നസീർ സാറ്, ജയൻ, സോമൻ, സുകുമാരൻ, എൻ്റെ കൂടെ അഭിനയിച്ച ഏതാണ്ട് 63ഓളം ആക്ടേഴ്സ് മരിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു 78 വരെ അങ്ങനെ ഒരു 10-30 സിനിമകൾ അഭിനയിച്ചു. അതിനുശേഷം എനിക്ക് നിൽക്കാൻ പറ്റാതായിപ്പോയി. അങ്ങനെ നാട്ടിൽ വന്ന് സ്ക്രീൻ പ്രിൻറ്റിങ്ങൊക്കെ തുടങ്ങുമ്പം പഴയ സുഹൃത്തായ ബാലേന്ദ്രനും വരികയും ഞാനിങ്ങനെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ പെയിൻറ്റ് തേച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, സ്ക്രീനിൽ വലിയ ആളായതുകൊണ്ട് ഇവിടെ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ പെയിൻറ്റിങ് തേച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പരമൂന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് പുള്ളി എഴുതി വെച്ചത്, അത് സിനിമയാക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതാണ് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്നുള്ള പേരിൽ 80 ഷൂട്ട് ചെയ്യുകയും 81 അത് റിലീസാകുകയും ചെയ്തു. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്നുള്ള പടം ഇറങ്ങിയതോടുകൂടി എനിക്കും ആ പേര് വന്ന് വീണു, അത് മണിയൻപിള്ള എന്ന്. പിന്നെ അന്ന് തൊട്ട് ഇങ്ങോട്ട് ദൈവാധീനം കൊണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നടന്നു വന്നു. ഇപ്പോൾ ഏതാണ്ട് 350ഓളം സിനിമകളായി ഇങ്ങനെ പോകുന്നു. സാർ, പിന്നെ മേനോൻ സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്, ആ കഥാപാത്രത്തിന് വേണ്ടി മുടിയിലോ മറ്റോ ചെറിയ വ്യത്യാസം വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ തല തന്നെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ്? അല്ല, ഡെഡിക്കേഷൻ എന്നുള്ളൊരു പാർട്ട് നല്ലൊരു ആക്ടറിന് വേണ്ടത് തന്നെയാണ്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ബാലേന്ദ്രനും ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. കാര്യം എനിക്കൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പോലെ അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടറുള്ള ഒരാളല്ലേ ബാലേന്ദ്രൻ. വരെയും മുടി വെട്ടണം, പിന്നെ അതിൻ്റെ ഒരു വാക്കിംഗ് ഒക്കെ ഉണ്ട്. ബാലേന്ദ്രൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ് മണിയൻപിള്ള നടക്കുന്നത്. കാര്യം അമ്പലപ്പുഴയുള്ള ഗോപാലി ചേട്ടൻ എന്നുള്ള പുള്ളിയുടെ മനസ്സിൽ ആ കഥാപാത്രത്തിൽ തന്നെ ഈ കഥാപാത്രം ഉണ്ടായത്. അപ്പോൾ അതെല്ലാം എന്നെ പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരുപാട് അദ്ദേഹം ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകയും എന്നെ ആക്ടറായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ഒരുപാട് പാടുപെടുകയും ചെയ്തു. ഈ ഡെഡിക്കേഷൻ എന്നുള്ള ഇപ്പോൾ ഒരു സിനിമയിൽ ജസ്റ്റ് എനിക്കൊരു എഴുത്ത് കൊടുത്തിട്ട് പോണ സീനായിരിക്കും മമ്മൂട്ടിക്ക് മോഹൻലാൽ. പക്ഷേ ആ ഒരു സീനാണെങ്കിലും ഞാനത് എന്നാൽ ഞാനൊരു മറ്റു നടന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പരിമിതിയുള്ള നടനാണ്. അതിനകത്ത് നിന്നുകൊണ്ട് അത് നന്നാക്കാൻ ശ്രമിക്കും. 1985 അതിനുശേഷം നിങ്ങളുടെ ഒരു ടീം തന്നെ ഉണ്ടായി. അതായത് പ്രിയദർശൻ ചിത്രങ്ങൾ ഒരു രസകരമായ, അതായത് പണ്ട് മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഏറുപിടുത്തം മാറി ഒരു സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി നിങ്ങളിൽ നിന്നൊക്കെ കിട്ടി മലയാളികൾക്ക്. ആ ഒരു ടീമിൻ്റെ വർക്കിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? അപ്പോൾ അതിൻ്റെ സംഭവം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഈ കോമഡിക്ക് ഒരു അരത്തമാറ്റിക് ഉണ്ട്, അതിനൊരു കണക്കുണ്ട്. അത് അറിയാവുന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർ പ്രിയദർശൻ തന്നെയാണ്. അപ്പോൾ അന്ന് മലയാളത്തിൽ അദ്ദേഹം മോഹൻലാൽ, ഞാൻ, ശ്രീനിവാസൻ, നമ്മുടെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് മുകേഷ്, ഇതുവരെ പുള്ളി പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം പുള്ളി ഞാൻ പുള്ളി വെച്ച പടവും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ല, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, പിന്നെ വെള്ളാനങ്ങളുടെ നാട്. അപ്പം പ്രിയദർശൻ അതിൻ്റെ ഒരു ഭയങ്കര ഹ്യൂമറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ, എന്നെ പോലെയൊക്കെയുള്ള ഹ്യൂമർ ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ ഗതികേട് എന്ന് പറയുന്നത് പ്രിയദർശനെ പോലൊരു നല്ല ഡയറക്ടർ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദി മേഖലയിലേക്ക് പോയപ്പം നമ്മളെയൊക്കെ വെച്ച് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഇല്ലാതായി. പ്രിയദർശൻ മലയാളത്തിൽ വന്ന് ആ ടൈപ്പ് പടം എടുക്കണമെങ്കിൽ ഇനിയും സജീവമായിട്ട് അങ്ങനെയുള്ള പടങ്ങൾ വരും. അദ്ദേഹത്തിന് എവിടെ മുതലാവാനാണ്? ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും കോടി രൂപ പുള്ളിക്ക് ഒരു ഹിന്ദി സിനിമ ഡയറക്റ്റ് ചെയ്താൽ കിട്ടും. സാർ, ഹ്യൂമർ വേഷങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഹ്യൂമർ വേഷങ്ങളാണ് സീരിയസ് വേഷങ്ങളെ കാട്ടിലും ചെയ്യാൻ പാട്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അത് തീർച്ചയായിട്ടും അത് തന്നെ. കാരണം ഒരു സീരിയസ് റോൾ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളിനെ കരയിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ചുമ്മാ അടുത്ത് നുള്ളിയാൽ ഒരാൾ കരഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ ഗ്ലിസറിനിട്ട് ഒരാളൊരു ദുഃഖം വരിക, അല്ലെങ്കിൽ ഒരു വയലിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റും. ഹ്യൂമർ എന്ന് പറഞ്ഞത് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊരു വളിപ്പായിട്ട് മാറും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ആക്ടേഴ്സ് ഉള്ള ഒരു ഫീൽഡ് മണിരത്നം തന്നെ എൻ്റെ അനന്തപുരം കണ്ടിട്ട് എന്നെ പറയണ്ടായി, ഈ ആക്ടേഴ്സൊക്കെ വളരെ പ്രൊഫഷണലാണ്. ഒരു സീൻ കിട്ടുന്നവർ പോലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറയാം, മലയാളീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭാഗ്യമുള്ള നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗ്യമുള്ള നടൻ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് കാണാൻ. എന്നെ സംബന്ധിച്ചുള്ള മലയാളത്തിലെ അപ് ടു ഡേറ്റ് ആക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജഗദീഷ് ശ്രീകുമാറാണ്.
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഈ ഓൾഡ് ബോയ് ആയിരുന്ന ഈ ജഗതിയുടെ അഭിനയം കണ്ടിട്ട് അതിലൊരു ആരാധന തോന്നിയിട്ട് നടനായ ആളാണ് ഞാൻ. എനിക്ക് അയ്യോ ദൈവമേ ഇതുപോലെ സ്റ്റേജിൽ അഭിനയിക്കണം, ഇതുപോലെ ആൾക്കാരുടെ കയ്യടി അംഗീകാരങ്ങൾ വാങ്ങിക്കണം എന്നുള്ള എൻ്റെ ഒരു സ്പാർക്ക് നടനാവണം എന്നുള്ളത് ജഗതി ശ്രീകുമാറായിരുന്നു. കൂടെ അഭിനയിക്കുന്നവരുടെ പെർഫോമൻസ് നമ്മുടെ അഭിനയത്തിൻ്റെ ഗ്രാഫും ഉയർത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറിപ്പം ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഓട്ടോ, അങ്ങനെ ഒരുപാട് അരം പ്ലസ് അരം കിന്നരം, പിന്നെ ബോയിങ് അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു അഭിനയത്തെക്കുറിച്ച് ഒന്ന്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന ആളുടെ അഭിനയം നമ്മുടെ അഭിനയത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ അഭിനയം നന്നാക്കുന്നത് സത്യമാണ്. ഇപ്പോൾ നമ്മളൊരു സീൻ അഭിനയിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ വളരെ പുവർ പെർഫോമൻസും അയാളുടെ റിയാക്ഷൻ ചെയ്തില്ലെങ്കിൽ ഇപ്പുറത്തേക്കുന്ന ആളങ്ങ് തളർന്നു പോകും. ഇതെന്ത് മനസ്സിലായി, ഈ കൂടെ നിൽക്കുന്ന ആൾ അതിഗംഭീരമായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എത്താനും അതിൻ്റെ റിയാക്ഷൻ വരാനുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവങ്ങൾ വരും. ഒരാൾ വളരെ ഫീൽ ചെയ്ത് കരഞ്ഞ കാര്യം വന്നാൽ നമുക്ക് കരച്ചിൽ വരും. അത്ര ഫീലിങ്ങുള്ള മാറ്റർ ചത്തതുപോലെ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ അവൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, അത് മുഖത്ത് കാണുകയും ചെയ്യും. കാര്യം ലെൻസ് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ 35ഓളം ഇരട്ടി വലുതായിട്ടുള്ള സ്ക്രീനിൽ ആൾക്കാർ. അപ്പോൾ ചെറിയൊരു നേരിയ ചലനം പോലും അറിയാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മളൊരു ഡയലോഗ് കാണാതെ പിടിച്ച് പറയുമ്പോൾ ഈസി ആയിരിക്കും. പക്ഷേ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോംപ്റ്റിങ് കേൾക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രോംപ്റ്റിങ് പിടിക്കാൻ നിൽക്കുന്ന ആ മുഖത്തെ കള്ളത്തനം പോലും ലെൻസ് പിടിച്ചെടുക്കും. സാറേ ഓട്ടോ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇപ്പം സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ, ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അങ്ങനെ മാറാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം പലരും പറയാറുണ്ട് കഥാപാത്രമായിട്ട് മാറാനായിട്ട് വാച്ച് ചെയ്യാറുണ്ട് പലരെയും, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സാറേ, ഈ മോഹൻലാൽ അന്ന് ഒരുപാട് പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഒരു ഡൗൺ ടു എർത്ത് ഒരു ക്യാരക്ടർ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനായിരുത്തൻ, ഇപ്പം ഒരു മുട്ടത്തോക്കി കഥകളിലൊക്കെ ഉള്ള മാതിരി ഇല്ലാത്തവൻ, പണക്കാരെ വീട്ടിൽ പെണ്ണിൻ്റെ സ്നേഹം, അങ്ങനെയൊക്കെ സംഭവം, അത് വെച്ചിട്ട് ഒരെണ്ണം ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പ്രിയദർശനം വെച്ചൊരു പടം ചെയ്യാനായിരുന്നു വീണ്ടും. അപ്പോൾ എൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞിങ്ങനെ വേണു നാഗവള്ളിക്ക് ഒരു പടം ചെയ്യണമെന്നുണ്ട്, രാജുവിന് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഓൺലി തിങ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കുന്നത്, അത് ശരിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേണു നാളിൽ തോന്നി നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ വേണു 100% എൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ വേണു എന്ന് വെച്ചാൽ വളരെ ഈ പറഞ്ഞ ഒരു ഡെഡിക്കേഷനുള്ള ഡയറക്ടറാണ്, ഓവർ സിൻസിയറാണ്. പുള്ളി അന്ന് തൊട്ട് തന്നെ സകല ആട്ടോക്കാരെ വിളിച്ചു വരുന്നു, ഞാനും കൂടി ഇരുന്നിട്ട് ആട്ടോക്കാരെ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ വണ്ടി നടക്കുന്നുള്ളതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പല ശാസ്ത്രമംഗലത്തുള്ള ആളിനെ ചായച്ചിലുള്ള കൊണ്ടുവന്ന് അയാൾ കാപ്പിയും ഇതൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മളൊരു നോട്ടുണ്ടാക്കി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഈ ഇതിനു മുമ്പ് വന്ന സിനിമകളിൽ കയ്യടി കിട്ടിയ ചില സംഭവങ്ങളുണ്ട്. ഇതിനിപ്പം കള്ളം പറയുന്നത് ഉദാഹരണം ആഭിജാത്യത്തിൽ മധു സാറ് ഉണ്ണാനായിട്ടിരിക്കുകയാണ്, ശാരദയുടെ ഭർത്താവ് ഉണ്ണായിരിക്കാൻ നേരത്ത് തിക്കുറിച്ചേട്ടൻ വന്നിട്ട് നീ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കയറി ഇരുന്നുണ്ണോ, അവൻ്റെ ഇടയിൽ മാറ്, നിനക്ക് പിന്നെ ഉണ്ണാന്ന് പറയും. എത്ര ഒരാളായാലും ഊണ് കഴിക്കാതിരുന്ന ചോറിൽ കൈവച്ച ഒരാൾ ആ പ്ലേസിൽ നിന്ന് ഇറക്കി വിടുന്നത് ഭയങ്കര മോശമായിരുന്നു. മധു സാറ് ചിരിച്ചുകൊണ്ട് എണീറ്റ് വന്ന സാധനം, അത് ആ സീൻ ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് പറയാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു സീൻ നമുക്ക് വേണം. സോ അപ്പോൾ ഹോട്ടലിൽ ഉണ്ണാനായിട്ട് മോഹൻലാൽ വന്നിരിക്കുമ്പോൾ സുകുമാരി നീ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു പിന്നെ എണീക്കാം. ഇങ്ങനെ അതിനു മുമ്പ് ഹിറ്റായിട്ടുള്ള പല സ്ഥലങ്ങളിലെ ഹൈലൈറ്റ്സ് ഞാൻ വേണു നാളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ജയൻ ഇംഗ്ലീഷ് സംസാരിച്ചത് അങ്ങാടിയിലൊരു ക്ലാപ്സ് കിട്ടിയത്, ഞാൻ അത് ആട്ടോക്കാരൻ ഇതിലത് പറയട്ടെ, മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ ക്ലാപ്സ് ആയിരുന്നു. അതൊക്കെ ആ ഒരു ഫോർമുലയൊന്നും എന്നൊന്നും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവം ഓട്ടോ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അന്നത്തെ കാലത്ത്. ഇന്നും ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വെളിയിൽ 5:30 മണിക്ക് ഡ്രൈവർമാരെ മെനക്കെടുത്താൻ പാടില്ല. ഞാൻ ഓട്ടോയിലേ പോകാറുള്ളൂ. ഞാൻ ഓട്ടോയിൽ ചെല്ലുമ്പോഴത്തേക്കും അധികം ഓട്ടോ ഡ്രൈവേഴ്സ് ഇപ്പോഴല്ല, ആ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴും ഞാൻ ഓട്ടോയിലാണ് വരുന്നത്, ഞാൻ ആ കാലഘട്ടത്തിൽ ഓട്ടോ ഇറങ്ങുമ്പോഴത്തേക്ക് അണ്ണ പൈസ ഉണ്ട്, നമ്മളെക്കുറിച്ച് നന്നായിട്ട് പടം എടുത്തല്ലോ. ഓട്ടോക്കാരനെ ഒരു തൊട്ടിയായിട്ടല്ല കാണിച്ചത്. ഓട്ടോക്കാരനിൽ സ്നേഹമുള്ള ഒരുത്തനുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ഒരു കാമുകനുണ്ട്, നല്ലവനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഓട്ടോറിക്ഷക്കാർക്ക് എന്നെ വലിയ പേരാണ് സംഭവം. അപ്പോൾ അത് മോഹൻലാലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ഈസിയാണ്, അഭിനയിക്കാനും തോന്നുന്നില്ല, അങ്ങ് പെരുമാറുന്നില്ല, അത് അങ്ങ് വളരെ വർക്കൗട്ടായി നന്നായി. ഇപ്പം മിമിക്രിക്കാരൊക്കെ സാറിനെ അനുകരിക്കുമ്പോൾ ഇപ്പം വന്ന് സാഹിബന്മാരും തള്ളയ്ക്കാൻ വിളിക്കും, അക്കരെ ബോയിങ്ങിലോ. ഞാൻ പറയും തിരുവനന്തപുരം ഭാഷ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ലൈഫിൽ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഭാഷയെങ്കിലും കുറച്ച് ഉള്ളിലോട്ടുള്ള തിരുവനന്തപുരം ഭാഷയുണ്ട്, അതിൻ്റെ തമാശയുണ്ട്, അത് കറക്റ്റായിട്ട് പറയണം. അത് കറക്റ്റായിട്ട് പറയുന്ന ഒരാൾ ജഗതി ശ്രീകുമാറാണ്. പിന്നെ മോഹൻലാൽ പറയും, അവരാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഞാനും അങ്ങനെയുള്ള ഭാഷ വരുമ്പോൾ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആയപ്പോഴാണ് രാജമാണിക്യം മമ്മൂട്ടി. അതിൽ മമ്മൂട്ടി തിരുവനന്തപുരം ഭാഷ പറയുന്നത് വളരെ പെർഫെക്റ്റാണ്. അതൊന്നും തെറ്റിപ്പോയിരുന്നേ കുഴപ്പമില്ല, മമ്മൂട്ടി വളരെ നന്നായിട്ട് അത് പറയുകയും ചെയ്തു. ആ ഒരു ഡയലോഗ് റെൻഡറിങ്ങും മമ്മൂട്ടിയുടെ വൺമാൻ ഷോയാണ് ആ പടത്തിൻ്റെ സക്സസ്. എന്താ തോന്നില്ലേ? പിന്നെ പരസ്പരം പാര വയ്ക്കുന്ന വേഷങ്ങൾ, അരം പ്ലസ് അരം കിന്നരത്തിൽ
സാറും ശ്രീനിവാസൻ സാറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ റോൾ ഉണ്ടല്ലോ, അത് വളരെ രസകരമായിട്ടാണ് മലയാളികൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള വേഷങ്ങൾ ഇപ്പം പരസ്പരം പാര വയ്ക്കുന്ന പാര മനസ്സിലുള്ളത് കൊണ്ടാണോ അങ്ങനെ തന്മയത്വത്തോട് കൂടി അഭിനയിക്കാനായിട്ട് സാധിച്ചത്? അതുകൊണ്ടല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഹീറോയെ ഒരു ഫ്രോഡായിട്ട് കാണിക്കൽ, ഒരു ക്യാരക്ടറിനെ അങ്ങനെ കാണിക്കുന്നതിലൊക്കെ പ്രിയദർശൻ വിരുദ്ധനാണ്. ഉദാഹരണം നിങ്ങൾ നോക്കി, ഈ ശ്രീനിവാസൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ശ്രീനിവാസൻ തന്നെ തിരക്കഥ ചെയ്യുന്ന പടങ്ങളാണ്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിൽ മോഹൻലാലിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് അതിൻ്റെ ഫ്രോഡ് വേറെ വിളിച്ചിട്ടുണ്ട്. അതിനെപ്പോഴും ഒരു ചിരി കിട്ടും. അങ്ങനെ ഒരു ഗെയിം വേണമല്ലോ, കളികളുണ്ടാവണമെങ്കിൽ. രണ്ട് പേര് നോർമലാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളതിനകത്ത് ഒരു ഹ്യൂമർ കിട്ടാൻ ചാൻസ് ഇല്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഇതിനകത്തൊരു കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറയും, മറ്റേ ആൾ അത് വിശ്വസിക്കുകയും, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചതിനകത്ത് ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ സീൻസുകൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് എടുത്തത്. പ്രിയദർശൻ എടുക്കുന്നില്ലേ, ആ ഒരു പ്രിയൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റാണ്. ഈ പാര വയ്ക്കുമ്പോൾ ഐഡിയകൾ വരത്തുള്ളൂ, ഹ്യൂമർ വരത്തുള്ളൂ, കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന സംഭവം. അല്ല ശ്രീനിവാസനൊന്നും അങ്ങനെ ജീവിതത്തിൽ പാരയല്ല. സാർ പിന്നെ മിന്നാരത്തിൽ ലാലിൻ്റെ കുട്ടിയല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ഒന്നൊരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്, വളരെ രസകരമായിട്ടൊരു സീനാണ്. അവിടെ എനിക്കിപ്പോഴും ആ സീനിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടാണ് പ്രിയദർശൻ. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റ ഷോട്ടിൽ എടുക്കുകയാണ്, 6 പേജ് ഡയലോഗുണ്ട്, ഇതിനെ ഇത്രയും പൈസ ഇതിനകത്ത് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഡയലോഗ് പറയാനുള്ള ഈ സീനാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. പ്രോംപ്റ്റിംഗ് ഇല്ല, സ്പീഡിൽ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ രാവിലെ ലാലിൻ്റെ ഫസ്റ്റ് സീൻ കഴിഞ്ഞാൽ അടുത്ത എടുക്കാൻ ഇതിൻ്റെ ആയിരുന്നത്. അപ്പോൾ ഈ ശോഭന ഇവർ തിലകനോ അങ്ങനെ വലിയ ഇതൊക്കെ നിൽക്കില്ല. അപ്പോൾ മോഹൻലാലൊക്കെ എനിക്ക് തോന്നി അത് മോശമായി കഴിഞ്ഞാൽ ഒരു ടേക്ക് 1, 2 ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തളർന്നുകൊണ്ട് ഞാൻ അകത്ത് വരുന്ന പഠിച്ച് കാണാതെ പഠിക്കും. സ്കൂളിൽ പരീക്ഷയ്ക്ക് അത്രയും പഠിച്ചിട്ടില്ല, അങ്ങനെ ഒറ്റയ്ക്ക് മുറി കുറ്റിയിട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞ് പ്രിയദർശൻ വന്നിട്ട് എന്തായി നീ ചലവാക്കോ, അപ്പോൾ എൻ്റെ ഉള്ള ഗ്യാസും കൂടെ പോയി. അപ്പോൾ ഞാൻ വിടുന്ന ഇതൊരു 12 മണിയാകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിയാകുമ്പോഴത്തേക്കും വന്ന് പ്രിയം വന്ന് നോക്കിയിട്ട്, അത് പ്രിയൻ്റെ ഒരു പ്ലാനാണെന്ന് പിന്നെ അതുപോലെ, ഇനിയിപ്പോൾ ഏതായാലും നീ ഊണൊക്കെ കഴിക്കുക, 2 മണി കഴിഞ്ഞ് എടുക്കാം. ഞാൻ 2 മണിക്ക് ശേഷം പഠിക്കുകയാണ്. അന്ന് എടുത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ലൈറ്റ് പോയി നാളെ എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് രാത്രി ഉറക്കമില്ല, ടെൻഷൻ. ഞാൻ രാത്രി ഇത് പഠിക്കുന്നുണ്ട്. 5 ദിവസം ഇതെടുത്തേ ഇല്ല, മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി 5-ാം ദിവസം ഞാൻ പറഞ്ഞു പ്രിയ ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ ചത്തു, എനിക്ക് രാത്രി ഉറക്കമില്ല, ഇത് എടുത്ത് കഴിഞ്ഞാൽ 2-ലൊന്നും അറിയാമല്ലോ ഞാൻ ഇനി ജീവിച്ചിരിക്കുമെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം രാവിലെ ആയിരുന്നു, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പ്രിയദർശൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഒരു എന്താ പറയുക, പ്രസവിച്ച സുഖം എന്ന് പറയില്ലേ, നമ്മുടെ ഒരു വലിയ സാധനം. എല്ലാവരും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ തന്നു. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനാണ്. ഒറ്റ ഷോട്ടിലെടുത്ത സംഭവമാണ്. ഊട്ടിയിലെ ഒരു പാലസ് ഉണ്ട് അവിടെ, അതിനകത്ത് വെച്ചെടുത്ത സംഭവം.